ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ തന്നെ ഒരു ചെറിയൊരു ബ്ലോഗും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ നാടൻ ബീഫ് റോസ്റ്റിൻ്റെ നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആദ്യം കാണട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ദിവസത്തെ ഒരു സൺഡേ വ്ളോഗ്, ഞാൻ സൺഡേ എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഞാനിതിന് മുന്നൊരു വ്ളോഗ്, ചെറിയൊരു ഈവനിങ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അൽഹംദുലില്ലാ പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മളുടെ ബീഫിൻ്റെ റെസിപ്പി കാണാം, അതിന് ശേഷം നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ അതാ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 10 അല്ലി ചുവന്നുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, മുറിക്കാതെ. പിന്നെ ഒരു ചെറിയ ഉള്ളി അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരക്കഷ്ണം തക്കാളി, ഞാനിപ്പോൾ അരാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ ബീഫിനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു അര ടീസ്പൂണ് ഗരം മസാല, നമ്മളുടെ ബിരിയാണി പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് ഇതിലോട്ടുള്ള മസാല പൗഡറുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മിക്സ് ആക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ഇടാം. അപ്പോൾ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കണ്ട. പിന്നെ അത്യാവശ്യത്തിനുള്ള എരിവും പുളിയും ഒക്കെ ഈ ഒരു മസാലക്ക് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാ നല്ലോണം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മളുടെ മസാല നമ്മളുടെ ബീഫിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിലാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവും നമുക്ക്, പക്ഷേ ടേസ്റ്റ് കുറയും കേട്ടോ. ഇതേപോലെ ചെയ്യുന്നതിനുള്ള കുക്കറിൽ വെക്കുമ്പോൾ ഒരുപാട് വെള്ളമെല്ലാം വരും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല അതിൻ്റെതായ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റിലും കറക്റ്റ് ഒരു പാകത്തിലൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഉരുളിയിലൊക്കെ ആയാലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് നമ്മളുടെ ബീഫ് വേവിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റേജ് എന്നറിയാൻ. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും നമ്മളുടെ ബീഫ് വെന്ത് വരാൻ, കാരണം നമ്മൾ വേവിക്കാത്ത ബീഫല്ലേ. അപ്പോൾ ഇതേമാതിരി മൂടി വെച്ചിട്ടും തുറന്നിട്ടും ആയിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ച് എടുക്കാം. അപ്പോൾ എനിക്ക് ബീഫ് ഏകദേശം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വരുമ്പോഴത്തേനൊരു 45-50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ സമയമൊക്കെ ആവും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുക്കറിൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയും, പക്ഷേ ഈ ഒരു ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണമെന്ന്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ബീഫ് റോസ്റ്റ്, നാടൻ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതാ നമ്മളുടെ ബീഫിൽ നിന്നും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമ്മളുടെ ബീഫൊന്ന് വെന്ത് വരണം. നമ്മൾ എക്സ്ട്രാ ഒരു വെള്ളവും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ഹാഫ് പീസ് തക്കാളി ഈ 1 കിലോ ബീഫിലോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഈ ഒരു ബീഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ചാനൽ കാണുന്നവരൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയേക്കാം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ചെയ്യണം കേട്ടോ.
അപ്പോൾ അതിലോട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മളുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. സമയത്ത് നമ്മളുടെ ബീഫ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ മൂടി വെച്ചിട്ട് അത്യാവശ്യം ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റിയല്ലോ. അപ്പോൾ നമ്മളുടെ ബീഫും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക. കാരണം മസാല എന്തായാലും അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു സമയത്ത് നമുക്ക് അതിൽ നമ്മൾ എന്താ പറയുക, ഈ വെളുത്തുള്ളിയും ഇഞ്ചി നമ്മളുടെ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ എന്താ പറയുക അലിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ തന്നെ അത് അതിലോട്ട് മിക്സ് ആയിക്കോളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിനൊക്കെ. ഈ മസാല നല്ലൊരു ഫ്ലേവറുള്ള മസാലയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ബീഫ് നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പം ബീഫ് റോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ബീഫിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു എന്താ പറയുക, ഒരു വറവ് ഇടാനുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ അതാ നമ്മളുടെ ബീഫ് നല്ലോണം ഇളക്കിയോണ്ട് നിൽക്കണം കേട്ടോ, എന്നാലും അടി പിടിക്കാണ്ട് നിൽക്കുള്ളൂ. ഞാനിങ്ങനെ ഇളക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് മിക്സ് ആക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് വലിയ ടീസ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ കുരുമുളക് പൊടിയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും നമ്മളുടെ ഈ ബീഫിന് ഒരു നല്ല ബ്ലാക്ക് കളറും വരാൻ എന്താ പറയുക, ഈ ലാസ്റ്റ് സമയത്ത് ചേർത്താലേ അത് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ അതിലോട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് എരിവ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയൊരു 3-4 വെളുത്തുള്ളി, അതേപോലെ തന്നെ 3-4 ചെറിയുള്ളി, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇതൊക്കെ ഒന്ന് നമുക്ക് കുറച്ചൊരു വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും. അപ്പോൾ നമ്മളുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത്രയും ഡ്രൈ ആക്കിയാൽ മതി. ഇതന്നെ നല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ചോറിനായാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും ഡ്രൈ ആക്കിയാൽ മതി. ഇനി നമ്മൾ ഒരുപാടാക്കണ്ട. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിലോട്ടുള്ള വറവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ ബീഫ് വെക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ഒക്കെ വെളിച്ചെണ്ണ ചെയ്യുക. അപ്പം അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റും സ്മെല്ലൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടെടുത്തോളാം. ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം അത് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടെടുക്കാം. വെളുത്തുള്ളി അതുപോലെ മൂത്താൽ നമുക്ക് അതിങ്ങോട്ട് കോരി വെച്ചിട്ട് നമ്മളിനി ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആയി. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്നത് നമ്മളുടെ കറിവേപ്പിലാണ്. കറിവേപ്പില ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കറിവേപ്പിൻ്റെ ഇതേമാതിരി തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു വറവാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു ബീഫ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്.
അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചുവന്നുള്ളി ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഫ്രൈ ആക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള 2 പച്ചമുളകും അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും കൂടി വഴറ്റി എടുത്തെടുക്കാം. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് കോരി വെച്ചിട്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മളുടെ തേങ്ങാക്കൊത്താണ് നമ്മൾ വറുക്കണത്. ഇതാണ് മെയിനായിട്ട് ഈ ബീഫ് റോസ്റ്റിൻ്റെ എന്താ പറയുക, നല്ലൊരു ആ ഒരു ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഒരു നല്ല വറുത്തിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും കൂടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇങ്ങനെ മുറിച്ചിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വറുത്തിട്ട് കോരി മാറ്റുക. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുക്കുമ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളിലാണെങ്കിൽ എന്താ പറയുക, നെരിച്ചിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇതേപോലെ ചെറുതാക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ വറുത്തെടുത്ത ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ്. തേങ്ങാക്കൊത്തും കൂടി ഒന്ന് നമുക്ക് റെഡിയായി കിട്ടിയാൽ മതി. ഇതൊക്കെ കണ്ടല്ലോ, നല്ലോണം തന്നെ നല്ല ക്രിസ്പി ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ തേങ്ങാക്കൊത്ത് കൂടി റെഡിയായപ്പം അതിലോട്ട് ഇട്ടിട്ട് ഒന്നാകെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ വറവ് ഇതിലോട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ തന്നെയാണ്. ഞാൻ കുറച്ചൊരു നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നതിനോണ്ടാണ് കുറച്ചൊരു ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് പറയാം. അത് നമ്മൾ ചപ്പാത്തിക്കായാലും ചോറിനൊക്കെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു കുറച്ചൊരു വ്ലോഗ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. ഞാനൊരു സൺഡേ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് പോവാമെന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ കുറേ ആയി ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ കൊറോണൻ്റെ ഇഷ്യൂ വന്നത് കാരണം അവിടേക്ക് പോക്കൊന്നുമില്ലല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ബോറടിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് അവിടെ പോയിട്ട് എന്താ പറയുക, അന്ന് എല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കൂടാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പോയതാണ്. നമ്മളൊരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ അവരുടെ വീട്ടിലിങ്ങനെ എത്തി. അപ്പോൾ ഇവിടെ വീട്ടിലെത്തിയ പാടെ തന്നെ ഫസ്റ്റ് നമ്മളിവിടെ ഒരു മോനെ കാണാനുണ്ടായിരുന്നു. കാരണം അവനെ പ്രസവിച്ചതിന് ശേഷം ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഓനിപ്പോൾ 4 മാസമായിട്ട്. അപ്പോൾ ഈ കൊറോണൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം ആരും അങ്ങനെ കാണാനൊന്നും പോയിട്ടില്ലായിരുന്നു. മോന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ എണീച്ചു. നല്ല കളിയൊക്കെ ആയിരുന്നു. മോനെ എടുത്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാണ്. പിന്നെ മക്കളൊക്കെ അവിടെ എത്തിയപ്പോൾ നല്ല കളി തന്നെയായിരുന്നു.
എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷം എല്ലാവരും കാണല്ലേ. അപ്പം മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കളിയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു. തന്നെ ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മൾ. ഓരോരുത്തരായിട്ട് ഒരാൾ ചിക്കൻ കഴുകുന്നുണ്ട്. അപ്പോൾ ഒരാൾ മസാല റെഡിയാക്കാണ്. അപ്പോൾ അവിടെ പോയാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഒരാളൊരു പണിയെടുക്കും, ഒരാളൊരു പണിയെടുക്കും. അപ്പോൾ നമ്മളെ പണികളും പെട്ടെന്ന് കഴിയും, നല്ല രസമായിട്ട് നമ്മൾ കഴിയും. നമ്മൾ 5 മരുമക്കളുണ്ട് ഉമ്മക്ക്, പിന്നെ ഒരു നാത്തൂനുണ്ട്. അൽഹംദുലില്ലാ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഒത്താൽ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ കുറേ മക്കളും പേരക്കുട്ടികളും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ ഈ ഒരു പരിപാടിയല്ല, ജസ്റ്റ് നമ്മളൊന്ന് കൂടിയത്. അതിൽ തന്നെ ഇനിയും ഒരുപാട് ആൾക്കാർ പിന്നെ വരാത്തവരും വരാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അതൊക്കെ ഞാൻ വേറൊരു വ്ളോഗ് എല്ലാവരും ഉള്ളപ്പോഴൊക്കെ ചെയ്യണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അവിടെ എത്തി നമ്മൾ പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി പായസം, വേറൊരു ഇക്കാക്കൻ്റെ വൈഫ് നല്ല പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. അത് കുടിക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസാല അതുപോലെ ചിക്കനിലേക്കുള്ള റെഡിയാക്കുന്നുണ്ട്. ചിക്കന് കഴുകി വെച്ചപ്പോൾ അതിലേക്ക് മസാല ഒക്കെ പുരട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഇതേമാതിരി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതേപോലെ എല്ലാവരും കൂടി ഒന്നിച്ചാൽ പണികളൊക്കെ പെട്ടെന്ന് തീരും. കാരണം നമ്മൾ 5 പെൺകുട്ടികൾ മരുമക്കളുള്ളതിനോണ്ട് തന്നെ ഓരോരുത്തരും എടുക്കുമ്പോൾ പണികളൊന്നും ഉള്ളത് അറിയൂല. അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ ആയിട്ട് നല്ലോണം സമയം അങ്ങനെ പോകും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള മസാല തന്നെയായിരുന്നു. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലോർ, ചെറുനാരങ്ങ, അതൊക്കെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മസാലയാണ്. ചിക്കനിൽ പുരട്ടിയിട്ട് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആക്കിന്. പിന്നെ ചോറ് നമ്മളിത് പറഞ്ഞല്ലോ, ചോറ് ഇതേമാതിരി ഓർഡർ ചെയ്തതായിരുന്നു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു നമ്മൾ കഴിച്ചത്. അപ്പോൾ ചോറിൻ്റെ പണി ഇല്ലാത്തതിനോണ്ട് തന്നെ എല്ലാവരും കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ കുറച്ചൊരു 2 മണി സമയമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും ചോറ് വിളമ്പി. പിന്നെ മക്കൾക്കൊക്കെ ആദ്യം തന്നെ കൊടുത്തു. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും തൈരും അച്ചാറൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ കാറ്ററിംഗ് സെൻറ്ററിൽ നിന്നുള്ള ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോണ്ട് തന്നെ ആരും അങ്ങനത്തെ ബിരിയാണിയൊന്നും കഴിക്കലില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വിളമ്പിച്ച് കുട്ടിയേക്കും നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും തൈരും അച്ചാറൊക്കെ അതവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് വളരെ കുറച്ച് ആൾക്കാർ ഇതിലുള്ളൂ കേട്ടോ. കാരണം വലിയ മക്കളൊന്നും വീഡിയോയിലേക്ക് വരില്ല. പിന്നെ ആണെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർ വരാത്തുണ്ട്. നാത്തൂന്മാരെ മക്കൾ, മക്കൾ, ഒരുപാട് ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു വലിയ ഫാമിലി തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ കുറച്ചുള്ളവരൊക്കെ ഞാൻ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ മക്കളൊക്കെ ഇതവിടെ നല്ല ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ എല്ലാവർക്കും രസമായിട്ട് ഇങ്ങനെ കൊലായിലൊക്കെ ഇരുന്നിട്ട് ഒരിങ്ങനെ ചോറൊക്കെ തിന്നാണ്. മക്കൾക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. കാരണം ഇങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾ പോവാത്തത് കൊണ്ട് എന്നും മക്കൾ പറയും എവിടെയെങ്കിലും പോവാന്നുള്ള ആ ഒരു ഇതിലാണ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇതേപോലെ തന്നെ ചോറൊക്കെ തിന്ന് നമ്മൾ തിന്നലും കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പാത്രം കഴുകലും
ഒക്കെ കഴിഞ്ഞ് എന്ന് കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മക്കൾ നല്ല കളിയിലാണ്. അപ്പോൾ ഒന്ന് അവർ കളിക്കണൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്ത് ഓരിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മക്കളപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ്. അവർക്ക് ഇങ്ങനെ കുറേ കാലത്തിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എല്ലാവരും കൂടിയൊക്കെ അയച്ച്. അപ്പോൾ അവരിങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ലോണം കളിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും നല്ല ഹാപ്പിയായി. പിന്നെ കുറച്ചൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ നല്ല ചായയും ഉന്നക്കായി കട്ട്ലറ്റ് നെയ്പ്പത്തിരിയൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം തന്നെ കഴിച്ച് എന്താ പറയുക കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ച് നമ്മളെല്ലാവരും കൊണ്ടുപോയത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതിനു. പിന്നെ അത് കഴിഞ്ഞു രാത്രി നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.